നമസ്കാരം. യൂണിവേഴ്സ് എ ഗ്രേറ്റ് വണ്ടർ, പ്രപഞ്ചം എന്ന മഹാത്ഭുതം, ഈ അധ്യായത്തിന്റെ 3-ാം ഭാഗമാണ് നോക്കുന്നത്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെക്കുറിച്ചും ഉപഗ്രഹങ്ങളെക്കുറിച്ചും ക്ഷുദ്രഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നോക്കുന്നത് വാട്ട് ആർ കോമറ്റ്സ്, എന്താണ് വാൽനക്ഷത്രങ്ങൾ. എന്താണ് സൗരയൂഥത്തിലെ വിരുന്നുകാരാണ് വാൽനക്ഷത്രങ്ങൾ. അതായത് വല്ലപ്പോഴും മാത്രം വരുന്ന അതിഥികളാണ് വാൽനക്ഷത്രങ്ങൾ അഥവാ കോമറ്റ്സ്. ഇനി പേര് സൂചിപ്പിക്കുന്ന പോലെ ഇവ നക്ഷത്രങ്ങളാണോ? അല്ല, അശുദ്ധ ഹിമപദാർത്ഥങ്ങളാണ് വാൽനക്ഷത്രങ്ങൾ. ദാറ്റ് ഈസ് they are lumps of cosmic dust and snow particles, and their tail is formed as they approach the sun and it glows in the sunlight. അതായത് സൂര്യനോട് അടുക്കുമ്പോൾ ഇവയ്ക്ക് വാല് രൂപം കൊള്ളുന്നുണ്ട്. അത് സൂര്യപ്രകാശത്തില് നന്നായി തിളങ്ങുകയും ചെയ്യാറുണ്ട്. And though they revolve around the sun, they come close to the sun very rarely. ഈ വാൽനക്ഷത്രങ്ങൾ സൂര്യന് ചുറ്റും കറങ്ങും, പക്ഷെ സൂര്യനോട് അടുത്ത് വളരെ അപൂർവമായി മാത്രമേ വരാറുള്ളൂ. And the length and the brightness of the comet's tail increase as it approaches the sun. സൂര്യനോട് അടുക്കും തോറും ഈ കോമറ്റ്, അതായത് വാൽനക്ഷത്രത്തിന്റെ വാലിന് നീളവും അതുപോലെ തന്നെ ശോഭയും തിളക്കവും കൂടും. ആൻഡ് 2013 അവസാനത്തില് ഒരു കോമറ്റ് അല്ലെങ്കിൽ വാൽനക്ഷത്രം വന്നിട്ടുണ്ടായിരുന്നു. ഏതാണത്? ഐസൺ, ISON ഐസൺ. ഇതാണ് 2013 അവസാനത്തോടു കൂടി വന്നിട്ടുള്ള വാൽനക്ഷത്രം. ആൻഡ് ഇറ്റ് റഷ്ഡ് ടുവേർഡ്സ് ദ സൺ ആൻഡ് വിൽ നെവർ റിട്ടേൺ. സൂര്യനിലേക്ക് പാഞ്ഞ ഐസൺ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ഇനി മറ്റൊരു കോമറ്റ് ആണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്, അതായത് ഹാലീസ് കോമറ്റ്, ഹാലിയുടെ വാൽനക്ഷത്രം. ഈ വാൽനക്ഷത്രത്തിന് ഹാലിയുടെ വാൽനക്ഷത്രം എന്ന് പേരിടാൻ കാരണം എഡ്മണ്ട് ഹാലി, അദ്ദേഹമാണ് ഈ വാൽനക്ഷത്രത്തിന്റെ ഭ്രമണപഥവും മറ്റും കണ്ടുപിടിച്ചത്. കൃത്യമായ ഇടവേളകളിലാണ് ഈ ഹാലിയുടെ വാൽനക്ഷത്രം കാണാറുള്ളത്. അതായത് 76 വർഷത്തിലൊരിക്കലാണ് ഈ വാൽനക്ഷത്രത്തെ കാണാൻ കഴിയുന്നത്. അതായത് ലാസ്റ്റ് ഇത് അപ്പിയർ ചെയ്തത് 1986 അപ്പൊ ഇനി ഒരു 76 വർഷം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഈ ഹാലീസ് കോമറ്റ് കാണാൻ കഴിയും. അപ്പോൾ എഡ്മണ്ട് ഹാലി, അദ്ദേഹമാണ് ഇതിന്റെ ഭ്രമണപഥവും മറ്റും കണ്ടുപിടിച്ചത്. അപ്പൊ അതിനുശേഷമാണ് ഹാലിയുടെ വാൽനക്ഷത്രം എന്ന് ഈ കോമറ്റ് അറിയപ്പെടാൻ തുടങ്ങിയത്. ഉൽക്കകൾ, മെറ്റിയോറോയിഡ്സ്. ഇവിടെ 2 ടേം ശ്രദ്ധിക്കണം. ഉൽക്കകളെ പറയുന്നത് മെറ്റിയോറോയിഡ്സ് എന്നാണ്. മെറ്റിയോറൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽക്കാശിലകളാണ്. ശില എന്ന് വെച്ചാൽ കല്ല്. അപ്പൊ എന്താന്ന് നോക്കാം. Haven't you noticed the light beams flashing in the sky during clear nights? These disappear in no time before one can show it to another person. അതായത് നല്ല തെളിഞ്ഞ ആകാശമുള്ള രാത്രികളിൽ പെട്ടെന്ന് മിന്നിമറയുന്ന ഒരു പ്രകാശം നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് ആകാശത്തില്? മറ്റൊരാൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഈ പ്രകാശം ഡിസപ്പിയർ ചെയ്ത് പോകും, കാണാണ്ടാവും. Such rock fragments of various size which enter into the Earth's atmosphere are called meteoroids. അതായത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന പല വലുപ്പത്തിലുള്ള ഈ പാറക്കഷ്ണങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെറ്റിയോറോയിഡ്സ് അല്ലെങ്കിൽ ഉൽക്കകൾ എന്ന് പറയുന്നത്. They burn due to friction with air on entering into the atmosphere. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എന്തുണ്ട്? വായു ഉണ്ട്. ഈ വായുമായിട്ട് ഈ കല്ല്, ഉൽക്കകള് ഉരഞ്ഞിട്ട് കത്തും. അതായത് ഘർഷണം മൂലം, ഫ്രിക്ഷൻ മൂലം, ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഘർഷണം, ഉരഞ്ഞിട്ട് കത്തും. ആൻഡ് ദിസ് ഇസ് ദ ഫ്ലാഷ് ദാറ്റ് വി സീ ഇൻ ദ സ്കൈ. നമ്മൾ ആകാശത്ത് കാണുന്ന ആ പ്രകാശം എന്ന് പറയുന്നത് ഈ കത്തുന്ന പ്രകാശമാണ്. The unburned remains of the meteors falling on the earth are called meteorites. അപ്പൊ ഈ ഉൽക്കകള് ഫുള്ള് കത്തിത്തീരാതെ അവ താഴത്തേക്ക് വീഴുകയാണ്, ഭൂമിയിലേക്ക് വീഴുകയാണെങ്കിൽ ഈ ഉൽക്കകളുടെ അവശിഷ്ടങ്ങളെ പറയുന്നതാണ് ഉൽക്കാശിലകൾ അഥവാ മെറ്റിയോറോയിഡ്സ്. അപ്പൊ ഈ മെറ്റിയോറോയിഡ്സ് എന്ന് പറയുന്നതും മെറ്റിയോറൈറ്റ് എന്ന് പറയുന്നതും ഉൽക്കകളും ഉൽക്കാശിലകളുമാണെന്ന് മനസ്സിലാക്കാം. ഉൽക്ക എന്ന് പറയുന്നത് പാറക്കഷ്ണങ്ങളാണ്. ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലുപ്പത്തിലുള്ള പാറക്കഷ്ണങ്ങളാണ് ഉൽക്കകൾ. ഉൽക്കകൾ കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങളാണ് ഉൽക്കാശിലകൾ അഥവാ മെറ്റിയോറൈറ്റ്സ്.
ഈ പടത്തിൽ കാണിച്ചിട്ടുള്ളത് 2 ഉൽക്കാശിലകളാണ്. അതായത് മെറ്റിയോറൈറ്റ് ഫോളൻ ഇൻ നമീബിയ, ആഫ്രിക്ക. ആഫ്രിക്കയിലെ നമീബിയയിൽ പതിച്ച ഉൽക്കാശിലയാണിത്. റഷ്യയിലെ ചിങ്കേ നദിക്കരയിൽ പതിച്ച ഉൽക്കാശിലയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി you have learned that the solar system includes the sun, the planets revolving around the sun, their satellites, asteroids, comets and the dwarf planets. List out the members of the solar system. നമുക്ക് പറയാം ആരൊക്കെയാണ് സൗരയൂഥത്തിലെ അംഗങ്ങളെന്ന്. ആരൊക്കെയാണ്? സൺ, സൂര്യനുണ്ട്. പിന്നെ ആരൊക്കെയുള്ളത്? സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ, അതായത് പ്ലാനറ്റ്സ് ഉണ്ട്. അവയുടെ ഉപഗ്രഹങ്ങൾ, സാറ്റലൈറ്റ്സ് ഉണ്ട്. ക്ഷുദ്രഗ്രഹങ്ങൾ, ആസ്റ്റിറോയിഡ്സ്. then വാൽനക്ഷത്രങ്ങൾ, കോമറ്റ്സ്, കുള്ളൻ ഗ്രഹങ്ങൾ, ഡ്വാർഫ് പ്ലാനറ്റ്സ്. ഇതൊക്കെയാണ് സൗരയൂഥത്തിലെ അംഗങ്ങൾ. സൗരയൂഥം എന്ന് പറയുമ്പോൾ സൂര്യനും സൂര്യനെ ചുറ്റുന്ന അല്ലെങ്കിൽ വലം വയ്ക്കുന്ന ഗ്രഹങ്ങളും മാത്രമല്ല ഉള്ളത്, ഉപഗ്രഹങ്ങളും ക്ഷുദ്രഗ്രഹങ്ങളും വാൽനക്ഷത്രങ്ങളും കുള്ളൻ ഗ്രഹങ്ങളും ഒക്കെ അടങ്ങിയതാണ് സോളാർ സിസ്റ്റം അഥവാ സൗരയൂഥം എന്ന് മനസ്സിലാക്കിയിരിക്കുക. എർത്ത് അവർ പ്ലാനറ്റ്, ഭൂമി നമ്മുടെ ജീവഗ്രഹം. അപ്പോ the earth is the only planet where life is found to exist. സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം ഏതാണ്? ഭൂമി. സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം ഭൂമി. ഇനി ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ നിറം എങ്ങനെയാ കാണുന്നത്? ഇളം നീല നിറത്തിലാണ് കാണപ്പെടുന്നത്. കാരണം എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിന്റെ 2/3 ഭാഗവും ജലമായതിനാൽ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഇളം നീല നിറത്തിലാണ് ഭൂമി കാണപ്പെടുന്നത്. 2/3 of the earth's surface is covered with water. That is why the earth appears blue in color, pale blue in color when viewed from space. So it is our duty to protect the wealthy diversity of nature in terms of air, water, soil and life forms. The world of stars, നക്ഷത്രങ്ങളുടെ ലോകം. അപ്പോ സൗരയൂഥത്തിലെ ഒരേയൊരു നക്ഷത്രം ഏതാണ്? സൂര്യൻ. അതുപോലെ തന്നെ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രവും ഏത് തന്നെയാണ്? സൂര്യൻ തന്നെയാണ്. The sun is the closest star to the earth. As the sun sets, the other stars start twinkling one by one. As the night grows darker, stars become countless. നമുക്കറിയാം സൂര്യൻ അസ്തമിക്കുന്നതോട് കൂടിയാണ് മറ്റ് സ്റ്റാർസ്, നക്ഷത്രങ്ങൾ കാണാൻ തുടങ്ങുന്നത് അല്ലേ? And as the night grows darker, ഇരുട്ടും തോറും ഈ സ്റ്റാർസിന്റെ എണ്ണം എന്താണ്? എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും കൗണ്ട്ലെസ് ആയിട്ട് മാറും. നമുക്ക് ഒരുപാട് നക്ഷത്രങ്ങളെ കാണാൻ കഴിയും. And crores of stars make a galaxy. അപ്പൊ ഗാലക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഒരു ഗാലക്സി. അപ്പൊ സൂര്യനെ പോലെയുള്ള ഒരുപാട് സ്റ്റാർസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ കൂടുന്നതാണ് ഒരു ഗാലക്സി എന്ന് പറയുന്നത്. The galaxy which includes the solar system is the Milky Way. It is also known as Agashaganga. It contains nearly 10,000 crore stars. നമ്മുടെ സൂര്യൻ അടങ്ങുന്ന സൗരയൂഥം അടങ്ങുന്ന ഗാലക്സി ഏതാണ്? മിൽക്കി വേ ആണ് അഥവാ ആകാശഗംഗ. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം. മിൽക്കി വേ എന്ന് വെച്ചാൽ ക്ഷീരപഥം അഥവാ ആകാശഗംഗ. ഇതിന് ആകാശഗംഗ എന്നും പറയാറുണ്ട്. It contains nearly 10,000 crore stars. ഇതിൽ ഏതാണ്ട് 10,000 കോടിയോളം നക്ഷത്രങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ അതായത് സോളാർ സിസ്റ്റം അടങ്ങുന്ന ഗാലക്സി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ക്ഷീരപഥം അഥവാ മിൽക്കി വേ ഓർ ആകാശഗംഗ. ഇതില് 10,000 കോടിയോളം നക്ഷത്രങ്ങൾ ഉണ്ട്. യൂണിവേഴ്സ്, പ്രപഞ്ചം. Universe includes millions of galaxies. What would be its size then? It is beyond our imagination, isn't it? അതായത് നമുക്കറിയാം ഗാലക്സി എന്താന്നല്ലേ? Crores of stars make a galaxy. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ചേർന്നിട്ടാണ് ഒരു ഗാലക്സി ഉണ്ടാവുന്നത്. അപ്പോ പ്രപഞ്ചം എന്ന് പറയുന്നത് കോടിക്കണക്കിന് ഗാലക്സികൾ, ഇതുപോലുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ പ്രപഞ്ചത്തിലുണ്ട്. അതിലത്തെ അപ്പോ ഒരു ഗാലക്സിയിലാണ് ഏതുള്ളത്? സൺ, അതായത് സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ഏത്? മിൽക്കി വേ അഥവാ ആകാശഗംഗ. അപ്പൊ അതുപോലത്തെ ഒരുപാട് ഗാലക്സികൾ ഉണ്ട് പ്രപഞ്ചത്തില് അഥവാ യൂണിവേഴ്സില്. ഇനി the universe was a tiny ball crores of years ago. It is believed that the universe expanded to the present form by a violent explosion.
കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രപഞ്ചം തീരെ ചെറിയ ഒരു ബിന്ദുവായിരുന്നത്രേ. വലിയൊരു പൊട്ടിത്തെറിയിലൂടെയാണ് പ്രപഞ്ചം ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വികസിച്ചതെന്ന് കരുതപ്പെടുന്നു. അത് വലിയ ക്ലാസ്സിൽ പഠിക്കും. ബിഗ് ബാങ് തിയറി. പ്രപഞ്ചം രൂപപ്പെട്ടത് ഒരു വലിയ എക്സ്പ്ലോഷൻ, പൊട്ടിത്തെറിയിലൂടെയാണ്. അതിനെയാണ് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിലെ ഏകദേശം 10,000 കോടി ഗാലക്സികളിൽ ഒന്നായ ആകാശഗംഗയിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളിൽ ഒന്നായ സൂര്യന്റെ 8 ഗ്രഹങ്ങളിൽ ഒന്നായ ഭൂമിയിലെ ഇന്ത്യ എന്ന രാജ്യത്തിലെ കേരളം എന്ന ചെറിയ സംസ്ഥാനത്തിലെ സുന്ദരമായ എന്റെ നാട്ടിലെ മനുഷ്യൻ എത്ര ചെറുതാണ് അല്ലേ? അപ്പൊ നമുക്കറിയാം വാട്ട് ഈസ് മിൽക്കി വേ, അതുപോലെ തന്നെ വാട്ട് ഈസ് യൂണിവേഴ്സ്, വാട്ട് ഈസ് ഗാലക്സി, ഇതെല്ലാം അറിയാം. അപ്പൊ യൂണിവേഴ്സിൽ എന്തുണ്ട്? ഒരുപാട് ഗാലക്സീസ് ഉണ്ട്. ആ ഗാലക്സികളിൽ ഒരു ഗാലക്സിയാണ് ഏത്? നമ്മുടെ മിൽക്കി വേ അല്ലെങ്കിൽ ആകാശഗംഗ. അതിലാണ് ഏതുള്ളത്? സൺ ഉള്ളത്. സൺ അടങ്ങിയ സോളാർ സിസ്റ്റം ഉള്ളത്. സോളാർ സിസ്റ്റത്തിൽ ഒരു പ്ലാനറ്റ് ആണ് ഏത്? 8 പ്ലാനറ്റ്സ് ഉണ്ട്. അതിൽ ഒന്നാണ് ഏത്? എർത്ത്. എർത്തില് നമ്മുടെ ഏതാണ് രാജ്യം? ഇന്ത്യ. ഇന്ത്യയിലാണ് കേരളം എന്ന സംസ്ഥാനത്തിലെ നമ്മുടെ ഏതാണോ നാട്, അവിടുത്തെ നമ്മൾ എത്ര ചെറുതാന്നാണ് പറയുന്നത്. The Milky Way is one among the nearly 10,000 crore galaxies which contains crores of stars, of which the sun is the one around which the 8 planets revolve, of which Earth is the one wherever country is located, in which our state of Kerala is in, which my beautiful land is. Summary ആണ്. The universe includes crores of galaxies. Galaxies contain crores of stars. Milky Way is the galaxy containing the solar system. Solar system includes the sun, the planets and their satellites. Asteroids, dwarf planets and comets are also part of the solar system. Sun is at the center of the solar system. Earth is a member of the solar system. The Earth is the only planet where life is found to exist. Man is one among the millions of life forms on the planet Earth, which revolves around the sun, which is a small star in this gigantic universe. കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെട്ടതാണ് പ്രപഞ്ചം. കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങളാണ് ഗാലക്സികൾ. സൗരയൂഥമടങ്ങുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ. സൂര്യനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉൾപ്പെടുന്നതാണ് സൗരയൂഥം. ഇത് കൂടാതെ എന്തുണ്ട്? ക്ഷുദ്രഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, വാൽ നക്ഷത്രങ്ങൾ എന്നിവയും സൗരയൂഥത്തിന്റെ ഭാഗമാണ്. സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം. ഭൂമി സൗരയൂഥത്തിലെ അംഗമാണ്. സൂര്യൻ ഒരു നക്ഷത്രമാണെന്ന് അറിയാലോ അല്ലെ? ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രവും സൂര്യനാണ്. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ് ഭൂമി. അതിവിസ്തൃതമായ പ്രപഞ്ചത്തിലെ ഒരു ചെറു നക്ഷത്രമായ സൂര്യനെ ചുറ്റുന്ന ഭൂമി എന്ന ഗ്രഹത്തിലെ ലക്ഷോപലക്ഷം ജീവജാലങ്ങളിൽ ഒന്നാണ് മനുഷ്യൻ. ഐഡന്റിഫൈ ദ പൊസിഷൻ ഓഫ് ആസ്റ്ററോയിഡ്സ് ഇൻ ദ സോളാർ സിസ്റ്റം. എവിടെയാ? ബിറ്റ്വീൻ മാർസ് ആൻഡ് ജൂപ്പിറ്റർ. Meteorite fall on the earth is not as frequent as on the moon. Why? Because there is the presence of atmosphere on the earth, but there is no atmosphere in the moon. അല്ലേ? The presence of atmosphere protects the earth from meteorites as they burn due to friction with air on entering into the atmosphere. The unburned remains of the meteors falling on the earth are meteorites, but there is no atmosphere in the moon. സൗരയൂഥത്തിൽ ക്ഷുദ്രഗ്രഹങ്ങളുടെ സ്ഥാനം ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഏതാണ്? എവിടെയാ? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ. ചന്ദ്രനിലേതുപോലെ നിരന്തരമായ ഉൽക്കാപതനം ഭൂമിയിൽ ഉണ്ടാകുന്നില്ല. എന്തായിരിക്കാം കാരണം? ഉൽക്കകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ചാൽ അവ വായുവുമായി ഉരഞ്ഞു കത്തുന്നു. എന്നാൽ ഭൂമിയിലേതുപോലുള്ള വായുവോ അന്തരീക്ഷമോ ചന്ദ്രനിലില്ല. ചന്ദ്രനിൽ അന്തരീക്ഷം, വായു ഇല്ല. അതേസമയത്ത് ഭൂമിയിൽ അന്തരീക്ഷമുണ്ട്, വായുവുണ്ട്. അതുകൊണ്ട് വായുവിൽ ഉൽക്കകൾ വന്നു കഴിഞ്ഞാൽ അവ ഉരഞ്ഞു കത്തും. അപ്പൊ ഭൂമിയില് ചന്ദ്രനിലേതുപോലെ നിരന്തരമായുള്ള ഉൽക്കാപതനങ്ങൾ ഭൂമിയിൽ ഉണ്ടാവുന്നില്ല. ആര്യഭടൻ, വരാഹമിഹിരൻ ഇവര് പണ്ടുകാലത്തുള്ള ജ്യോതിശാസ്ത്രജ്ഞരാണ്. ആധുനിക കാല ജ്യോതിശാസ്ത്രജ്ഞരാണ് സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ. ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്താണ്, അതായത് ചില നക്ഷത്രങ്ങൾ മരിക്കുമ്പോൾ വെള്ളക്കുള്ളന്മാർ ജനിക്കുന്നു എന്ന ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിന് ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ
ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏതാണെന്നാണ് നാം പഠിച്ചത്? സൂര്യൻ അല്ലെ? ഇനി സൂര്യൻ കഴിഞ്ഞാൽ പിന്നീട് ഏത് നക്ഷത്രമാണ് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ളതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് പ്രോക്സിമ സെഞ്ചുറി. സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രമാണ് പ്രോക്സിമ സെഞ്ചുറി. അതുപോലെ തന്നെ സ്റ്റീഫൻ ഹോക്കിൻസ് ഈ മേഖലയിൽ, ജ്യോതിശാസ്ത്ര മേഖലയിൽ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള സയന്റിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ ബുക്കാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. അപ്പൊ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമിന്റെ രചയിതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റീഫൻ ഹോക്കിൻസ് ആണ്. അതുപോലെ തന്നെ സ്റ്റീഫൻ ഹോക്കിൻസും അദ്ദേഹത്തിന്റെ മകളായ ലൂസിയും ചേർന്ന് രചിച്ച ബുക്കാണ് ജോർജ് സീക്രട്ട് കീ ടു ദ യൂണിവേഴ്സ്. അതായത് പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് ജോർജിന്റെ താക്കോൽ, രഹസ്യ താക്കോൽ, പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് ജോർജിന്റെ രഹസ്യ താക്കോൽ എന്നുള്ളത് സ്റ്റീഫൻ ഹോക്കിൻസും അദ്ദേഹത്തിന്റെ മകളായ ലൂസിയും ചേർന്ന് രചിച്ചിട്ടുള്ളതാണ്. സോ പഠിച്ച പോയിന്റ്സ് ആണ് ഈ പറയുന്നത്. വാട്ട് ആർ കോമറ്റ്സ്? എന്താണ് വാൽനക്ഷത്രങ്ങൾ? Comets are rare visitors to the solar system. They are lumps of cosmic dust and snow particles. Their tail is formed as they approach the sun and it glows in the sunlight. അപൂർവമായി സൗരയൂഥത്തിലെത്തുന്ന അശുദ്ധ ഹിമപദാർത്ഥങ്ങളാണിവ. സൂര്യനോടടുക്കുമ്പോൾ ഇവയ്ക്ക് തിളങ്ങുന്ന വാൽ രൂപം കൊള്ളുന്നു. ഉദാഹരണം ഐസൻ വാൽനക്ഷത്രം, ഹാലിയുടെ വാൽനക്ഷത്രം. ദാറ്റ് ഇസ് ഹാലീസ് കോമറ്റ് ആൻഡ് ഐസൻ കോമറ്റ്. ഹാലിയുടെ കോമറ്റിന്റെ ചിത്രമാണ് ഈ തന്നിട്ടുള്ളത്. മെറ്റിയോറോയിഡ്സ്, ഉൽക്കകൾ. എന്താണ്? റോക്ക് ഫ്രാഗ്മെന്റ്സ് ഓഫ് വേരിയസ് സൈസ് which enter into the earth's atmosphere are called meteoroids. They burn due to friction with air on entering into the atmosphere. ബഹിരാകാശത്തിൽ നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലുപ്പത്തിലുള്ള പാറക്കഷ്ണങ്ങളാണ് ഉൽക്കകൾ. അന്തരീക്ഷത്തിലേക്ക് എത്തുമ്പോൾ വായുവുമായി ഉരഞ്ഞ് ഇവ കത്തും. മെറ്റിയോറൈറ്റ്സ് എന്താണ്? ഉൽക്കാശിലകൾ. The unburned remains of the meteors falling on the earth are called meteorites. കത്തിത്തീരാതെ ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങളാണ് ഉൽക്കാശിലകൾ. ഈ കാണിച്ചിട്ടുള്ളത് മെറ്റിയോറൈറ്റ് fallen in Namibia, ആഫ്രിക്ക. ആഫ്രിക്കയിലെ നെമീബിയയിൽ പതിച്ചിട്ടുള്ള ഉൽക്കാശിലയാണ്. ആൻഡ് മെറ്റിയോറൈറ്റ് fallen in the Chingue riverside in Russia. റഷ്യയിലെ ചിങ്കെ നദിക്കരയിൽ പതിച്ചിട്ടുള്ള ഉൽക്കാശിലയുടെയും ചിത്രമാണ്. ലിസ്റ്റ് ഔട്ട് ദ മെമ്പേഴ്സ് ഓഫ് ദ സോളാർ സിസ്റ്റം. സൗരയൂഥത്തിലെ അംഗങ്ങളെ പട്ടികപ്പെടുത്തുക. അറിയാലോ സൗരയൂഥത്തിലെ അംഗങ്ങൾ ആരൊക്കെയാ? സൂര്യൻ, ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ ആസ്റ്റിറോയിഡ്സ്. സൺ, പ്ലാനറ്റ്സ്, സാറ്റലൈറ്റ്സ്, ആസ്റ്റിറോയിഡ്സ് ക്ഷുദ്രഗ്രഹങ്ങൾ. ബിറ്റ്വീൻ മാർസ് ആൻഡ് ജൂപ്പിറ്റർ ഇടയ്ക്കുള്ള പാറക്കഷ്ണങ്ങളെയാണ് പറയുന്നത്. ദെൻ കുള്ളൻ ഗ്രഹങ്ങൾ, ഡ്വാർഫ് പ്ലാനറ്റ്സ്, പ്ലൂട്ടോ ഒക്കെ ആ കാറ്റഗറിയിൽ വരും. വാൽ നക്ഷത്രങ്ങൾ, കോമറ്റ്സ്. ദെൻ ഉൽക്കകൾ, മെറ്റിയോറോയിഡ്സ്. ദെൻ the earth is the only planet where life is found to exist. Explain its reasons. എന്തൊക്കെയാണ് റീസൺസ്? പൊസിഷൻ ഓഫ് ദ earth. The earth is neither far away from the sun nor near to the sun. So the climate on earth is neither too hot nor too cold. This ideal temperature made the climate on earth suitable for the existence of life. Then second point, presence of atmosphere. Atmosphere is present only on earth. The presence of oxygen and carbon dioxide in the atmosphere is essential for the survival of all living organisms like plants and animals. Also, the atmosphere protects the earth from the attack of meteors. Then third point, water. Vast expanse of surface water exists only on the earth. Nearly 2/3 of the earth's surface is covered with water. Soil. Our planet is rich in the presence of fertile soil. This helps in the growth and survival of plants and thereby all organisms. All these factors which are essential for the existence of life is present only in our planet, the earth. So, the earth is the only planet where life is found to exist. സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ് ഭൂമി. ഇതിന്റെ കാരണം വിശദമാക്കുക. ഭൂമിയുടെ സ്ഥാനം. സൂര്യനിൽ നിന്ന് അധികം അടുത്തോ ഏറെ അകലെയോ അല്ല ഭൂമിയുടെ സ്ഥാനം. അതിനാൽ ക്രമാതീതമായ ചൂടോ തണുപ്പോ ഭൂമിയിലില്ല. അന്തരീക്ഷത്തിന്റെ സാന്നിധ്യം. അന്തരീക്ഷ വായുവിലെ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സാന്നിധ്യം ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും നിലനിൽപ്പിന് അത്യാവശ്യമാണ്.
ഉൽക്കാപതനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷമാണ്. ജലം. ജീവന്റെ നിലനിൽപ്പിന് ആവശ്യം വേണ്ട ഒന്നാണ് ജലം. ഭൂമിയുടെ ഉപരിതലത്തിന്റെ 2/3 ഭാഗവും ജലമാണ്. മണ്ണ്. വളക്കൂറുള്ള മണ്ണുള്ള ഗ്രഹവും ഭൂമിയാണ്. ഇത് സസ്യവളർച്ചയ്ക്ക് ഏറെ സഹായകരമാണ്. ജീവൻ നിലനിൽക്കുന്നതിന് ആവശ്യം വേണ്ട ഈ ഘടകങ്ങൾ ഉള്ള ഏക ഗ്രഹം ഭൂമിയാണ്. ഗാലക്സി. ക്രോസ് ഓഫ് സ്റ്റാർസ് മേക്ക് എ ഗാലക്സി. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഒരു ഗാലക്സി. മിൽക്കി വേ. The galaxy which includes the solar system is the Milky Way. It is also known as ആകാശഗംഗ. അതായത് ക്ഷീരപഥം. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം. അതിന്റെ പിക്ചർ ആണ് കൊടുത്തിട്ടുള്ളത്. ആകാശഗംഗ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. യൂണിവേഴ്സ്. യൂണിവേഴ്സ് includes millions of galaxies. പ്രപഞ്ചം എന്ന് പറയുന്നത് കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം. Then find the difference between comets and meteoroids. അറിയാലോ, ഓൾറെഡി നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. Comets are lumps of cosmic dust and snow particles. They are rare visitors to the solar system. They revolve around the sun and come close to the sun very rarely. A tail is formed and its length and brightness increases as they approach the sun and it glows in the sunlight. Example, Halley's comet, Ison comet. Then rock fragments of various size which enter into the Earth's atmosphere are called meteoroids. They burn due to friction with air on entering into the atmosphere. വ്യത്യാസം കണ്ടെത്തുക. വാൽനക്ഷത്രങ്ങൾ, ഉൽക്കകൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ് വാൽനക്ഷത്രങ്ങളും അതുപോലെ ഉൽക്കകളും. നോക്കി വയ്ക്കുക. Find the difference between galaxy and Milky Way. Crores of stars make a galaxy. The galaxy which includes the solar system is the Milky Way. It is also known as Akashaganga. It contains nearly 10,000 crore stars. വ്യത്യാസം കണ്ടെത്തുക. ഗാലക്സി, ക്ഷീരപഥം. ഇത് നമ്മൾ നോക്കിയതാണ്. Thank you.